നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ചില കൊച്ചു ടി വി അപ്ഡേറ്റ്സിനെ പറ്റിയാണ്. ഇത് പലർക്കും അറിയായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അതിനു മുമ്പ് നിങ്ങൾ ഗ്ലോറിയസ് ഹൗസ് കൊച്ചു ടി വിയിൽ കാണാറുണ്ടെന്ന് വിശ്വസിക്കുന്നു. 8 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്ന കാർട്ടൂണാണിത്. ആദ്യമെല്ലാം ഗ്ലോറിയസ് ഹൗസ് 6:30-ക്കായിരുന്നു, അതായത് വെളുപ്പിന് 6:30-ക്ക്. ഗ്ലോറിയസ് ഹൗസ് കൊച്ചു ടി വിയിൽ തിരിച്ചു വന്നപ്പോൾ ആ ടൈമിലെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, ഒരു 3 മാസങ്ങൾക്ക് മുമ്പ്. ശേഷം ഗ്ലോറിയസ് ഹൗസ് വെളുപ്പിന് 6:30-ക്കും രാത്രി 8 മണി മുതൽ 9 മണി വരെയും ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്ലോറിയസ് ഹൗസ് കാണുന്നവർ ഉറപ്പായും താഴെ കമന്റ് ചെയ്യണം. കൊച്ചു ടി വിയിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്തെന്നാൽ ആനിമേറ്റഡ് സിനിമകൾ വീണ്ടും ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് കൊച്ചു ടി വിയിൽ കൊച്ചു തിയേറ്റർ എന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ ഒരു പ്രോഗ്രാമിലൂടെയാണ് നമ്മുടെ നൊസ്റ്റാൾജിക്കായ ഫേവറേറ്റ് ആയിട്ടുള്ള ഇത്തരം ആനിമേറ്റഡ് മൂവീസ് എല്ലാം കണ്ടത്. കൊച്ചു ടി വിയിലെ പഴയകാല ആനിമേറ്റഡ് സിനിമകളെ പറ്റിയും ലൈവ് ആക്ഷൻ സിനിമകളെ പറ്റിയും നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിനിമകളെല്ലാം കണ്ടത് കൊച്ചു തിയേറ്റർ എന്ന പ്രോഗ്രാമിലൂടെയാണ്. അതേ സെറ്റപ്പ് തന്നെ പേര് മാറ്റി സിനിമ കോട്ട എന്നാക്കി ആനിമേറ്റഡ് സിനിമകളിൽ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പണ്ട് കണ്ട ആനിമേറ്റഡ് മൂവീസ് അല്ല, പുതിയ ആനിമേറ്റഡ് മൂവീസ്. ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്കും, ഉച്ചയ്ക്ക് കാണാൻ പറ്റാത്തവർക്ക് രാത്രി 8 മണിക്കും സെയിം മൂവി തന്നെ കാണാം. എല്ലാ ശനിയും ഞായറും ഉണ്ട്. ഇതിനെല്ലാം നല്ല റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഇവർ വീണ്ടും തുടർച്ചയായി പുതിയ ആനിമേറ്റഡ് സിനിമകളും പഴയ ആനിമേറ്റഡ് മൂവീസും വീണ്ടും തിരിച്ചിടാൻ ചാൻസ് ഉണ്ട്. കൊച്ചു ടി വിയിലെ ഡബിങ് എപ്പോഴും വളരെ മികച്ചതാണ്. ഫയർ ഹാർട്ട് എന്ന സിനിമ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിരുന്നു. തുടർന്നുള്ള സിനിമകൾ നിങ്ങൾക്ക് കാണാം. നമ്മുടെ കൊച്ചു ടിവിയിൽ വരുന്നു സൂപ്പർ ഹിറ്റ് മൂവി ഫയർ ഹാർട്ട്. ഞാനൊരു സാധാരണ ജോർജിയ അല്ല, ക്യാപ്റ്റൻ ജോർജിയാണ്. തീയോട് കളിക്കുന്ന ക്യാപ്റ്റൻ ജോർജിയ. 90 സെക്കൻഡ്സിനുള്ളിൽ അവളെ തടയണം. കളി അവസാനിച്ചു. വീക്കെൻഡ് സിനിമ കോട്ടയിൽ ഫയർ ഹാർട്ട്സ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8 മണിക്കും നമ്മുടെ സ്വന്തം കൊച്ചു ടിവിയിൽ. എന്റെ പേര് പില്ലെന്ന. നമ്മുടെ സ്വന്തം കൊച്ചു ടിവിയിൽ ഇതാ വരുന്നു ഫ്രണ്ട്സ് അഡ്വഞ്ചർ. ഇതാണ് നമ്മുടെ തെരുവിൽ ജീവിച്ച ഫ്രണ്ട്സ് നിധി തേടി രാജകൊട്ടാരത്തിലേക്ക്. ഫ്രണ്ട്സിന്റെ അഡ്വഞ്ചർ കഥയുമായി എത്തുന്നു. ഇത് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാത്ത സ്ഥലമാണ്, പക്ഷെ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഇടനിന്റെ സമീപത്ത് സിനിമ കോട്ട. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8 മണിക്കും നമ്മുടെ സ്വന്തം കൊച്ചു ടിവിയിൽ. പലരും ചോദിച്ചിരുന്നു, ഗ്ലോറിയസ് ഹൗസ് വന്നതുപോലെ ബാക്കിയുള്ള പഴയ കാർട്ടൂൺസും വരുമോ എന്ന്. ഉറപ്പായും വരും. എപ്പോൾ വരുമെന്ന ഡേറ്റ് പറയാൻ കഴിയില്ല. ഓരോ കാർട്ടൂൺസിനും ഒരു കരാറുണ്ട്. ഒരു നിശ്ചിത കാലത്തേക്കാണ് TV ചാനലുകളിൽ ഓരോ കാർട്ടൂൺസും വാങ്ങുന്നത്. നല്ല റെസ്പോൺസ് ഉള്ള കാർട്ടൂണുകൾ കരാറ് വീണ്ടും പുതുക്കി അതേപോലുള്ള സെയിം കാർട്ടൂണുകൾ വീണ്ടും കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നമ്മുടെ പഴയ ഗ്ലോറിയസ് ഹൗസ് കാണുന്നവർ തുടർന്നും കാണുക. അങ്ങനെ കണ്ട് ഏതെങ്കിലും ഒരു കാർട്ടൂണിന്റെ കരാറ് പുതുക്കേണ്ട ടൈം വരും. അപ്പോൾ ചാനലുകൾ ഇപ്പോൾ നിലവിലുള്ള എല്ലാ കാർട്ടൂൺസും ഒന്ന് അനലൈസ് ചെയ്യും. ഗ്ലോറിയസ് ഹൗസ് കാർട്ടൂണിന് അവർ നോക്കുമ്പോൾ തുടർച്ചയായി ഇപ്പോഴും നല്ല വ്യൂവേഴ്സും നല്ല റെസ്പോൺസും തുടർച്ചയായി നിലനിൽക്കുന്നു എന്ന് കരുതുക. അപ്പോൾ അവർ അധികം റെസ്പോൺസ് ഇല്ലാത്ത കരാറ് കഴിഞ്ഞ ഒരു കാർട്ടൂൺ, നിലവിലുള്ള ഏതെങ്കിലും ഒരു ചവറ് കാർട്ടൂൺ അതിനെ റീപ്ലേസ് ചെയ്ത് ഗ്ലോറിയസ് ഹൗസിനാണ് റെസ്പോൺസ് എന്ന് മനസ്സിലാക്കി ഗ്ലോറിയസ് ഹൗസ് പോലുള്ള മറ്റൊരു പഴയ കാർട്ടൂണിനെ കൂടി തിരിച്ചു കൊണ്ടുവരും. അതായത് അവരപ്പോൾ പുതിയതിനല്ല പഴയതിനാണ് ഡിമാൻഡ് എന്ന് കരുതി അതിന്റെ കരാറ് പുതുക്കാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് ഗ്ലോറിയസ് ഹൗസ് പോലുള്ള ഒരുപാട് കാർട്ടൂൺസ് കിട്ടും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് തുടർന്നും ഗ്ലോറിയസ് ഹൗസ് കാണുക, നിങ്ങളുടെ നൊസ്റ്റാൾജിയയിലേക്ക് പോവുക. ഒരു സബ്സ്ക്രൈബർ കമന്റ് ചെയ്തിരുന്നു ഷിനിൻചാൻ ലൈഫ് സ്റ്റോറിയെ പറ്റി വീഡിയോ ചെയ്യുവാൻ. ഷിനിൻചാൻ ലൈഫ് സ്റ്റോറിയെ പറ്റി നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മറ്റൊരു സബ്സ്ക്രൈബർ കമന്റ് ചെയ്തിരുന്നു റോബോ ട്രെയിൻ എന്ന കാർട്ടൂണിനെ പറ്റി വീഡിയോ ചെയ്യുവാൻ. റോബോ ട്രെയിൻ ഒരു പുതിയ കാർട്ടൂണാണ്. 17 ടൈമിലാണ് പുറത്തിറങ്ങിയത്. ഇതൊരു സൗത്ത് കൊറിയൻ കാർട്ടൂണാണ്. മാത്രമല്ല 2 സീസണുകൾ മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ലഭ്യമല്ല. അപ്പോൾ ഗ്ലോറിയസ് ഹൗസ് ഇഷ്ടമുള്ളവർ ഉറപ്പായും താഴെ കമന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി കാണാം.